ജോലി ഉപേക്ഷിച്ചു പോയ പ്രവാസികൾക്ക് യാത്രാ ഇൻഷുറൻസിനായി കെട്ടിവെച്ച ടിക്കറ്റ് തുക ഇനി നഷ്ടമാകില്ല. ആ തുക തൊഴിലുടമകൾക്കും സ്ഥാപനങ്ങൾക്കും തിരികെ ലഭിക്കുന്നതിനുള്ള നിബന്ധനകളിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം. മസ്കത്ത് ജോലി ഉപേക്ഷിച്ചു പോയ പ്രവാസി തൊഴിലാളികളുടെ യാത്രാ ഇൻഷുറൻസിനായി കെട്ടിവെച്ച ടിക്കറ്റ് തുക തൊഴിലുടമകൾക്കും സ്ഥാപനങ്ങൾക്കും തിരികെ ലഭിക്കുന്നതിനുള്ള നിബന്ധനകളിൽ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം. ജോലി ഉപേക്ഷിച്ചതായുള്ള റിപ്പോർട്ട് അംഗീകരിച്ച് 4 വർഷം പൂർത്തിയാകണമെന്നും മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിൽ ഈ തുക ഉപയോഗിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് 9 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ റീഫണ്ടിനായി അപേക്ഷിക്കുകയും ചെയ്യണം. തൊഴിലുടമ നൽകിയ വർക്ക് അബാൻഡ്മെന്റ് റിപ്പോർട്ട് റദ്ദാക്കാനുള്ള അപേക്ഷ മന്ത്രാലയം അംഗീകരിക്കുകയും ടിക്കറ്റ് തുക ഉപയോഗിക്കാതെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തുക തിരികെ ലഭിക്കും. തൊഴിലാളി സ്വന്തം ചിലവിൽ രാജ്യം വിടുകയും ലൈസൻസിംഗ് സിസ്റ്റത്തിൽ വർക്ക് പെർമിറ്റ് സ്റ്റാറ്റസ് റദ്ദാക്കിയെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് തുക ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് തിരികെ ലഭിക്കുന്നതാണ്. അതേസമയം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും സൗദി അറേബ്യ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ശക്തമായ സ്വദേശിവൽക്കരണം കാരണം നിരവധി പ്രവാസികൾക്കാണ് ജോലി നഷ്ടപ്പെടുന്നത്. ജോലി നഷ്ടപ്പെടുകയോ രാജ്യം വിടേണ്ടി വരികയോ ചെയ്യുന്നുമുണ്ട്. ഫാർമസി, ദന്തവിഭാഗം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. ജോലി നഷ്ടപ്പെട്ട പ്രവാസിക്കായി കേരള സർക്കാർ വിവിധ പുനരധിവാസ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. നോർക്ക വഴിയാണ് ഇത്തരം സഹായങ്ങൾ ലഭ്യമാകുന്നത്. എന്തായാലും ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് പോയ പ്രവാസികൾക്ക് യാത്രാ ഇൻഷുറൻസിനായി കെട്ടിവെച്ച ടിക്കറ്റ് തുക ഇനി നഷ്ടമാകില്ല എന്നർത്ഥം. ആ തുക തൊഴിലുടമകൾക്കും സ്ഥാപനങ്ങൾക്കും തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിബന്ധനകളിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.